കരഞ്ഞു. ചേട്ടനൊന്നും ആശ്വസിപ്പിച്ചില്ലല്ലോ. എന്തിനാ കരഞ്ഞപ്പോ ആവശ്യമില്ലാത്ത കരഞ്ഞാൽ പിന്നെ ആശ്വസിക്കുന്നുണ്ടോ? ഒന്ന് പോയാന്ന് മറുപടി എന്ത് തന്നു? മറുപടി എന്താന്ന് വെച്ചാൽ നിനക്ക് സ്വന്തം അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് മേടിച്ച് കഴിച്ചിട്ട് നല്ല ഒരു ഇത് കിട്ടുമോ? അത് കഴിഞ്ഞു സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കി പൈസ മാല മേടിച്ചു കട്ടിട്ടു. ചേട്ടന് ഭയങ്കര റിച്ചല്ലായിരുന്നു. മാല വാങ്ങാൻ അല്ല അങ്ങനെ ആ ഒരു തോന്നൽ ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എല്ലാ പണികളും കഴിഞ്ഞ് ഞാനിങ്ങനെ റെസ്റ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് നേരം നിങ്ങളോട് സംസാരിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ച് കിടക്കുന്നതിന് പറ്റുന്ന വെള്ളം വെച്ചിരിക്കുന്നതുണ്ട്. അതിന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കുന്നതാണ് കേട്ടോ. എനിക്ക് വെള്ളം കുടിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ വേദന ഉണ്ടായി. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഇപ്പം വെള്ളം കുടിക്കും. അപ്പം ചേട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ചേട്ടനെ ടീഷർട്ട് ഇട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ചേട്ടനെ ഓടിച്ചു വിട്ടതാണ്. പോയി ഷർട്ട് ഇട്ടിട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന മൊത്തം ഫീമെയിൽസാണ് കൂടുതലും, മെയിൽസ് വളരെ കുറവാണെന്നും പറഞ്ഞ് വിട്ടതാണ്. അതും എല്ലാവരും ചേട്ടൻ്റെ ആരാധകരാണ് താനും, ചേട്ടൻ ഫാൻസാണ്. അതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ, അഭിമാനം. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ചേട്ടനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ, അതിലെനിക്ക് ഭയങ്കര അഭിമാനമാണ്. പിന്നെ നല്ല വിശേഷമാണ്. ആൻസൂട്ടന് എക്സാം തുടങ്ങുവാണ്. അപ്പം പഠിച്ചു, എന്നിട്ടിപ്പോൾ കിടക്കുവാണ്. ട്യൂഷൻ ക്ലാസ്സിൽ പോയി കുറേ പഠിച്ചു. ഉച്ചയ്ക്ക് 1:15 സ്കൂളിൽ എത്തിയാൽ മതി. ഉച്ച കഴിഞ്ഞ പരീക്ഷ. രാവിലെ ആണെങ്കിൽ പിന്നെ എളുപ്പമുണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഉച്ച കഴിഞ്ഞായിരുന്നു പരീക്ഷ. ഇങ്ങനെ കുനിഞ്ഞിരിക്കരുത്, വെറുതെ ഫാൻസ് കാണും. ഒരു പരീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഉച്ച കഴിഞ്ഞായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ പണ്ടപ്പള്ളിപ്പള്ളിയുടെ സ്റ്റെപ്പേ പോയിരിക്കും. അവിടെ ഇരുന്ന് വായിച്ച് പഠിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. സമയമൊന്നും അറിയാൻ പാടില്ല. അപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അകലേന്ന് കനാല് വണ്ടിക്കടെ സൂക്ഷ്മ തന്നെ കാണും. അപ്പം അന്നേരം ഞാൻ ആ കൂടെ ഞങ്ങൾ ഓടി ഇറങ്ങി പള്ളിക്കടെ ഓടി ഇറങ്ങി പോകും. എന്നിട്ട് ഞങ്ങൾ ബസ് കയറി പോകും പരീക്ഷ എഴുതാൻ. അപ്പൊ ഈ പഠിക്കാൻ വന്നിരിക്കുമ്പോൾ ഡ്രസ്സൊക്കെ മാറിയാണോ തന്നെ? ആ പള്ളിയുടെ നടയിൽ വന്നിരിക്കും. ഇപ്രാവശ്യത്തെ നടയില്ലേ, അവിടെ വന്നിരിക്കും. അന്ന് അങ്ങനെയൊന്നും അല്ല പള്ളിയുടെ നട, ഇടയ്ക്കൊരു കുരിശോടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇപ്പൊ കുത്തനെ ആയിപ്പോയി. മറ്റേത് ഇങ്ങനെ സ്റ്റെപ്പ്, ആദ്യത്തെ ഒരു കുരിശ് തൊട്ടി, അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റെപ്പ്, അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് കഴിയുമ്പോൾ പരന്ന ഒരു വലിയ സ്റ്റെപ്പ്, പിന്നെ ഒരു 8-10 സ്റ്റെപ്പ് കഴിയുമ്പോൾ ഒരു കുരിശും തൊട്ടി ഉണ്ടായിരുന്നു, ഒരു കുരിശുണ്ടായിരുന്നു. ആ ഫോട്ടോയൊക്കെ ഇനിയിപ്പോൾ കിട്ടുമോ എന്ന് പോലും അറിയത്തില്ല പള്ളിയുടെ. അത് ശ്രീബാപ്പോളച്ചനൊക്കെ വന്നു കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ആ കുരിശും തൊട്ടിയൊക്കെ എടുത്ത് മാറ്റി. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ആ കുരിശും തൊട്ടിയിൽ ഒക്കെ ആൾക്കാർ പെരുന്നാളിന് വെച്ച് വാണിഭക്കാരൊക്കെ വരുമായിരുന്നു, കച്ചവടക്കാർ. ആ കുരിശും തൊട്ടിയിലൊക്കെ ഇരിക്കുമായിരുന്നു. ഒരു ചേച്ചി എനിക്ക് 2 വള വാങ്ങിച്ച് കൈയായിട്ട് തന്നിട്ടുണ്ട്. പപ്പയുടെ അമ്മയുടെ കൂടെ ഞാൻ പെരുന്നാൾ കൂടിക്കൊണ്ട് നിന്നപ്പോൾ എന്നാൽ കൊച്ചു 2 വള വാങ്ങിച്ചിട്ടാണോ 2 വള വാങ്ങിച്ച് കൈയായിട്ട് തന്നു. എന്ത് രസമായിരുന്നു എൻ്റെ കുട്ടിക്കാലം. ആകെ എനിക്ക് ഇഷ്ടമല്ലാത്തത് വെടിക്കെട്ടായിരുന്നു. കറക്റ്റ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുകളത്തെ തൊട്ടിയിലിട്ടായിരുന്നു വെടിക്കെട്ട്. അത് പെരുന്നാളിന് മുമ്പേ തന്നെ വെടിക്കെട്ട് തുടങ്ങും. പെരുന്നാളിന് മുമ്പേ തന്നെ രാവിലെയും വൈകിട്ടും വന്ന് ഞങ്ങളുടെ നാട്ടിലെ വെടിവെക്കണ ചിന്നൻ എന്ന് പറഞ്ഞ ചേട്ടനാ പള്ളിയിൽ സ്ഥിരമായിട്ട് വെടിവെക്കാൻ. അപ്പൊ പെരുന്നാളിന് കുറച്ച് 2-3 ദിവസം മുമ്പേ രാവിലെയും വൈകിട്ടും വന്ന് വെടിവെച്ചിട്ട് പോകും. ഇപ്പൊ ഒന്നും അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ പെരുന്നാളിന് ഒരു ദിവസം മുമ്പേ തന്നെ ആൾക്കാരെല്ലാം വന്നിട്ട് ആദ്യത്തെ പെരുന്നാൾ രാത്രിയിലും പിറ്റേന്നത്തെ പെരുന്നാൾ രാവിലെയോ. അപ്പം അന്ന് പകൽ തന്നെ വരും ആൾക്കാർ. ലൈറ്റ് ആൻഡ് സൗണ്ടൊക്കെ വരും. മണ്ണത്തൂരിൽ നിന്നൊക്കെ വിളിക്കുമായിരുന്നു ലൈറ്റ് ആൻഡ് സൗണ്ടൊക്കെ. അവർ വന്നിട്ട് പിന്നെ
പന്തലിടലായി, മറ്റേ ഈ ഇലൂമിനേഷൻ ബൾബുകൾ ഇങ്ങനെ മാതാവിന്റെ രൂപത്തിലൊക്കെ ആ എന്ത് രസമായിരുന്നു എന്നറിയാം. അതിടലായി. ആദ്യം തന്നെ അവർ ചെയ്യുന്ന പരിപാടി കുറേ തൂണുകൾ ഒഴിച്ചിടും. അങ്ങ് പണ്ടപ്പള്ളി വരെ മൊത്തത്തിൽ പ്രദക്ഷിണം പോകണം അത്രയും ദൂരം. പ്രദക്ഷിണം ഇല്ലേ ഇവിടത്തെ പോലെ ഒന്നും അല്ല പ്രദക്ഷിണം. ഞങ്ങളുടെ പ്രദക്ഷിണം പോകണം ഓരോ കുരിശിലേക്കും, ഓരോ കുരിശുപള്ളിയിലേക്കും പോകും ഒറ്റ ദിവസം തന്നെ. പകലത്തെ പ്രദക്ഷിണം പള്ളി ഞങ്ങളുടെ വീടിൻ്റെ ആ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങി ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ വന്ന് ചുറ്റി പള്ളി കയറുകയുള്ളൂ. രാത്രിയിലത്തെ പ്രദക്ഷിണം സ്റ്റെപ്പേക്കടെ ഇറങ്ങി വന്ന് പാലത്തേക്കടെ കയറി നേരെ മുകളിലത്തെ കുരിശിലേക്ക് പോകും. അവിടെ നിന്ന് വന്ന് നടുക്കത്തെ കുരിശി വരും. അവിടെ നിന്ന് താഴെ പോയി കത്തോലിക്ക കപ്പേളയിലും പോയി അവിടെ പ്രാർത്ഥിച്ചിട്ട് ചുറ്റി വന്ന് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ വന്നിട്ട് എക്സ്ചേഞ്ചിൻ്റെ ആ നേരെയുള്ള വഴിക്കോടെ കയറി പ്രദക്ഷിണം കയറിപ്പോവും. പണ്ടത്തെ വഴി എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ പുറകിലായിരുന്നു പള്ളിയിലേക്കുള്ള വഴി. അത് സേവപ്പോളച്ചൻ വന്ന പിന്നെ മുമ്പിൽ കൂടെ ഒക്കെ മാറ്റി കനാലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്. അതോ ആ വഴി പള്ളിയിലേക്ക് കയറണം നേരെ ചെന്നിട്ട് സെമിത്തേരിയുടെ അരിയിൽ കൂടെ വന്നിട്ട് ആ പള്ളി കൂടെ കയറിക്കൊണ്ടിരുന്നത്. അതിലെ വഴി ഉണ്ടായിരുന്നു. സെമിത്തേരി പള്ളിയുടെ പുറകില്, എല്ലാ യാക്കോബറ്റ് പള്ളിയുടെ പുറകിലായിരിക്കും സെമിത്തേരി, മധുബയുടെ ഒക്കെ പുറകിലായിരിക്കും. അതെല്ലാ യാക്കോബറ്റ് പള്ളി എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. പള്ളിയുടെ പുറകിലായിരിക്കും സെമിത്തേരി. കണ്ടിട്ടില്ലേ കടമറ്റത്തെ സെമിത്തേരി? ഞാൻ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടു പോയ സെമിത്തേരി കടമറ്റം പള്ളിയിൽ. എന്തോരം ആൾക്കാർ ജനങ്ങൾ അടക്കിയേക്കണം, ഓർക്കണുണ്ടോ തന്നെ? അതുപോലെ കൂടി കിടക്കണവർ. അത് കല്ലറയില്ല, മൊത്തം മണ്ണ. കടമറ്റം പള്ളിയിലെ സെമിത്തേരി അടുക്കടുക്കടുക്കടുക്കായിട്ട് ഓർക്കണ്ടോ? ഞാൻ അത്രയും സെമിത്തേരി കണ്ടത്. അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ ആൻസർ പരീക്ഷയ്ക്ക് പഠിക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ 1ാം ക്ലാസ് മുതൽ ഞാൻ BEd വരെ ഇരുന്ന് പഠിച്ചതും പള്ളുനാടേ പോയിരുന്ന. അവിടെ പോയിരുന്ന് വായിക്കാനൊക്കെ നല്ല സുഖമായിരുന്നു. ആച്ചാ വീടൊന്നുമില്ലല്ലോ. കപ്പ്യാര വീട്, ഒരു വീട് കപ്പ്യാര വീടേ ഉള്ളൂ. അപ്പുറത്ത് പിന്നെ ഫുള്ള് റബ്ബർ തോട്ട. പിന്നെ നേരെ താഴെ മാണിക്യൻ ചേട്ടൻ്റെ വീടാണ്, അതേ ഉള്ളൂ. പിന്നെ അപ്പുറത്ത് കുഞ്ഞൻ ചേട്ടൻ്റെ വീടാണ്. അത് ആദ്യമൊക്കെ മാണിക്യൻ ചേട്ടൻ്റെ തറവാടായിരുന്നു. അവർ വിറ്റ് കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞൻ ചേട്ടനൊക്കെ വാങ്ങി. ഇവിടെ കെട്ടിച്ച പങ്കൊച്ചിൻ്റെ വീട് അവനവിടെ വെച്ച് കണ്ടില്ല നമ്മൾ. അന്ന് കുളത്തിനകത്ത് ചേച്ചി വലിച്ചപ്പം ഇവിടെ ഉള്ള ചെറുക്കനാന്ന് പറഞ്ഞ് കണ്ടില്ല. ആ പള്ളിനാട്ടയുടെ താഴെയുള്ള വീട് അത്. എനിക്ക് എൻ്റെ നാട്ടുകാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ ജനിച്ചു വളർന്ന നാടും എൻ്റെ നാട്ടിലുള്ളവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരെയെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയാമോ? എനിക്ക് വിഷമം വരുമോ പറയുമ്പോൾ? എനിക്കെൻ്റെ ചെറുപ്പമായിരുന്നു ഇഷ്ടം. എനിക്കൊരു ഈ എന്തുവാ ടൈം ലൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിലേക്ക് എനിക്ക് താല്പര്യമാണ്. ചെറുപ്പത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പേനെ കാണാൻ പറ്റും, ചേട്ടായിനെ കാണാൻ പറ്റും. എന്നാ ചേട്ടന് ചെറുപ്പത്തിലേക്ക് പോകുന്ന ഇഷ്ടമാണോ? എന്നാ ചാച്ചൻ്റെ കയ്യിൽ അടി കിട്ടുമെന്ന് പേടിച്ചിട്ടാണോ? പറ ചേട്ടാ, അതിനെ ചെറുപ്പത്തിലേക്ക് പോകാൻ ഇഷ്ടമല്ലാത്ത? പിന്നെ നമ്മള് കൊറേ തെറ്റുകളൊക്കെ തിരുത്തി ആൾക്കാരെയൊക്കെ ഇപ്പൊ നമ്മള് പഠിച്ചില്ലേ, ആ തെറ്റുകളൊന്നും വരാൻ തിരുത്തി ഒന്നോടെ നമുക്ക് പോരാൻ. പിന്നെ ഈ പരീക്ഷ പഠിത്തവും കാര്യം മാത്രം ഓർക്കുമ്പോഴേ ഒരു വിഷമമുള്ളൂ ചെറുപ്പത്തിൽ പോകാൻ. സ്കൂളിലൊന്നും പോവണ്ട കേട്ടോ, പിന്നെ അങ്ങനെ അങ്ങ് നടക്കണം. ചെറുതായിരുന്നപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു സ്കൂളിലൊക്കെ പോകണം, ജോലി വാങ്ങണം. ജോലി വാങ്ങിക്കഴിയുമ്പം ഇഷ്ടമുള്ള മിഠായികളൊക്കെ കുറേ വാങ്ങിച്ച് തിന്നണം. ജോലി കിട്ടി, കയ്യിൽ കാശും കിട്ടി, പക്ഷെ ഇഷ്ടമുള്ള മിഠായി ഇപ്പം മുമ്പിൽ കിട്ടിയാൽ പോലും തിന്നാൻ തോന്നാറില്ല. എന്തുകൊണ്ടായിരിക്കും? ചെറുപ്പത്തിൽ കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് വളർന്നപ്പോൾ സാധിക്കാൻ പറ്റും, പക്ഷെ അത് സാധിക്കാൻ തോന്നണില്ല. ചേട്ടന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചേട്ടൻ മനുഷ്യനല്ലേ? പിന്നെ പിന്നെ ഇങ്ങനെ കുനിഞ്ഞിരിക്കണ ഇപ്പോഴും ആഗ്രഹമില്ല. ചെറുപ്പം അങ്ങനെ അത് ആളുകൾക്കൊരു മോട്ടിവേഷൻ ആവില്ലല്ലോ, ആളുകൾക്കൊരു പ്രചോദനം ആവണ്ടേ? ഒരു ലക്ഷ്യങ്ങളൊന്നും ഇല്ലേ? അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ വേണം, നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടണം. നമ്മൾ ചുമ്മാ ഇങ്ങനെ ജീവിച്ചു പോയി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല.
നമ്മൾ ജീവിച്ചതിന് എന്തെങ്കിലും ഒരു തെളിവ് കൂടി വേണം. അതിന് കുറേ നല്ല നല്ല കാര്യങ്ങളും വേണം. അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ ഒഴുക്കനായിട്ട് പോയിട്ട് എന്താ കാര്യം? ചെറുപ്പത്തിലും ആഗ്രഹമില്ല, ഇപ്പോഴും ആഗ്രഹമില്ല. അങ്ങനെ ഒരു ചെറുപ്പത്തിലായാലും അങ്ങനെ ഒരു ദിവസം ഒരു ഒറ്റ പ്രാവശ്യം മാത്രം ചെറിയൊരു ആഗ്രഹം വന്നു. അത് ചാത്തന് ചോദിക്കുകയും ചെയ്തു. ചാത്തൻ എന്തായാലും അതിന് മറുപടി തരുകയും ചെയ്തു. അത് ഒരു ചെറിയ മാല വേണമെന്ന്. സ്വർണ്ണമാല പുറകെ വന്ന് കുത്തിയിരിക്കുന്നു. എന്നിട്ടോ മറുപടി എന്ത് തന്നു? മറുപടി എന്താന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു, നിനക്ക് സ്വന്തം അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസയും കൊണ്ട് മേടിച്ച് കഴിച്ചു നല്ല ഒരു ഇത് കിട്ടുമോ? അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കി പൈസ മാല മേടിച്ചു കെട്ടിട്ടു. ചേട്ടന് ഭയങ്കര റിച്ചല്ലായിരുന്നു മാല വാങ്ങാൻ. അല്ല, അങ്ങനെ ആ ഒരു തോന്നലിപ്പോൾ പറഞ്ഞോളൂ. അത് കഴിഞ്ഞ് പിന്നെ അതാ വിട്ടു. ഭാഗ്യം ചെയ്ത മോനെ. പിന്നെ വണ്ടി ഓടിക്കാൻ പഠിക്കാനാണ്. അതും ഓക്കെ. 2 വീലറും 4 വീലറും എല്ലാം. സ്വന്തമായിട്ട് വീടുണ്ടാക്കണം ആഗ്രഹമില്ലായിരുന്നു. എങ്ങനെയാ? അല്ല, അത് കഴിഞ്ഞ് ഇത് സൗദിക്ക് പോയില്ലേ? അത് പോയി കഴിഞ്ഞപ്പോ പിന്നെ ഒരു വീട് വേണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വീട് ഉണ്ടാക്കി. അതാണിത്. അത് കഴിഞ്ഞ ആഗ്രഹങ്ങളൊന്നും വന്നില്ലേ? അത് കഴിഞ്ഞ കാർ വേണമെന്ന് കാർ ഉണ്ടാക്കി. ഇതൊക്കെ ആഗ്രഹങ്ങളല്ലേ? കാർ വാങ്ങണതും വീടുണ്ടാക്കണതൊക്കെ ചീള കേസാണോ? എത്രയോ ആളുകൾ ഇപ്പോഴും വീടിന് വേണ്ടി കൊതിച്ച് നടക്കണുണ്ട്. ആഗ്രഹം പറയണ്ട, സാധിച്ചിട്ട് പറഞ്ഞേ. നിന്നോട് പറയുന്നില്ല. എനിക്കും ഒരാഗ്രഹമുണ്ട്. പറയണ്ട. പറയൂല. ഈ കാലം മരച്ച് വട്ടത്തി വെച്ചിട്ട് എനിക്ക് നല്ല ഭംഗിയുള്ളൊരു വെള്ളിക്കൊലസുണ്ട് കേട്ടോ. ഇങ്ങനെ മാല 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 മാലയായിട്ട്. എനിക്ക് എപ്പോഴും വെള്ളിക്കൊലസ് ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ വെള്ളിക്കൊലസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കല്യാണത്തിന് മുമ്പ് എനിക്ക് സ്വർണ്ണക്കൊലസും ഉണ്ടായിരുന്നു. കല്യാണത്തിന് വേണ്ടി എടുത്തതല്ല, കല്യാണത്തിന് മുമ്പേ ഉണ്ടായിരുന്നു. വെള്ളിക്കൊലസ് ഉണ്ടായിരുന്നു എനിക്കിങ്ങനെ മാല 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 മാലയായിട്ട്. എന്നിട്ട് ആ വെള്ളിക്കൊലസ് കുറേ നാൾ കല്യാണം കഴിഞ്ഞ പിന്നെ വെള്ളിക്കൊലസൊന്നും എനിക്കില്ലായിരുന്നു കേട്ടോ. ലാസ്റ്റ് വന്ന വെള്ളിക്കൊലസ് എന്ന് വെച്ചാൽ 2 കൊലസുകൾ ഉണ്ടായിരുന്നത് വീട്ടിലെ ഏതോ ഒരു കൈനോട്ടക്കാരി വന്നിട്ട് എന്തോ പറഞ്ഞപ്പോൾ അമ്മച്ചി അതാ പാടി അങ്ങ് വിശ്വസിച്ചു. അപ്പോൾ അവർ കുറച്ച് വെള്ളി തന്ന ബാക്കി കൂടെ പറയുന്നപ്പോൾ എൻ്റെ വെള്ളിക്കൊലസ് 2 അമ്മച്ചി എടുത്ത് കൊടുത്തിട്ട് വെള്ളിക്ക് വിലയില്ല. അന്നൊക്കെയാണ് 30 രൂപയോ 15 രൂപയൊക്കെ ഉള്ളൂ ഓരോന്നിന്. എങ്ങാണ്ട് 97, 98 99 ആയിരിക്കും. 10 രൂപ ഉള്ളോ വെള്ളിക്ക്? 10-30 രൂപയൊക്കെ ഉള്ളൂ. വലിയ വിലയൊന്നും ഇല്ലായിരുന്നു പണ്ട് വെള്ളിക്കൊന്നും. 10,500 രൂപയൊക്കെ കൊടുത്താൽ കിട്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നല്ല കട്ടിയുള്ള കൊലസൊക്കെ അത്ര പോലും വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ആ സ്വർണത്തിനൊക്കെ 3000 രൂപയുള്ളൂ ചേട്ടാ. അപ്പൊ 2500 രൂപയ്ക്കൊക്കെ സ്വർണം കിട്ടുമായിരുന്നു. ഒരു പവനാന്ന് ഓർക്കണം. മേഴ്സി ചേച്ചിനെ കെട്ടിക്കുമ്പോ 3000 രൂപ ഉള്ളെന്ന് പറഞ്ഞ സ്വർണത്തിന്. മേഴ്സി ചേച്ചി അവളെ അറിഞ്ഞ ഞാൻ കല്യാണം 2011 19,000 രൂപയായിരുന്നു. 2011 എന്നിട്ട് പിന്നെ എനിക്ക് വെള്ളിക്കൊലസൊന്നും ഇല്ലായിരുന്നു. പിന്നെ കല്യാണത്തിന് ശേഷം സ്വർണ്ണ 2006 അല്ല 2000 എന്നായിരുന്നു കല്യാണം? 2011 അന്ന് 19,000 രൂപ ഉള്ളോ? അന്ന് 19,000 രൂപയുള്ളൂ. 1.25 പവന് 23,000 രൂപയായിരുന്നു പണി തീർത്ത് കിട്ടിയത്. എന്നിട്ട് അപ്പൊ കല്യാണമൊക്കെ ശേഷം എനിക്ക് കൊലസൊന്നും സ്വർണ്ണ കൊലസായിരുന്നു കേട്ടോ. കല്യാണത്തിന് പോയപ്പോൾ കാലയിൽ സ്വർണ്ണമായിട്ട് കയറാൻ കൊള്ളില്ല എന്നും പറഞ്ഞ്
ഞാൻ സ്വർണ്ണക്കൊലസ് കഴുത്തേൽ മാല പോലെ ഇട്ടേക്കുമായിരുന്നു. അതിന് അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞ് അന്ന് തന്നെ കൊലസ് ഞാൻ കാലയിലെടുത്തിട്ടു. എനിക്ക് സ്വർണ്ണക്കൊലസ് നേരത്തെ ഉണ്ടായിരുന്നു, കല്യാണത്തിനൊക്കെ മുമ്പേ വാങ്ങിച്ചു തന്നു. അതിനുശേഷം ആൻസിൻ്റെ മാമോദീസ കഴിഞ്ഞപ്പം അവനൊരു വെള്ളിയുടെ അരഞ്ഞാണം അമ്മച്ചി വാങ്ങിയിട്ടായിരുന്നു. പിന്നെ ഒരു വെള്ളിയുടെ തള കിട്ടിയായിരുന്നു ഗിഫ്റ്റായിട്ട്. അങ്ങനെ 2 ഉണ്ടായിരുന്നു. ഈ അരഞ്ഞാണം ഈ ചെറുക്കൻ കുറേ വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ എന്ത് ചെയ്ത് ഇടത്തില്ലായിരുന്നു. അവന് ഇറിറ്റേഷനാണെന്ന് പറഞ്ഞ് അരഞ്ഞാണം ഇടത്തില്ല. അപ്പോൾ ഈ തള വലുതായ പിന്നെ ആമ്പിളർക്ക് തളയുടെ ആവശ്യമില്ല, അതും ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ഇരിക്കണം. അപ്പം ഞാനിങ്ങനെ അതിലേക്ക് ഒരു നോട്ടം നോക്കി. ആ നോട്ടത്തിൽ അവനോട് ഞാൻ കുറേ ചോദിച്ചു, നീ അരഞ്ഞാണം ഇടുവോടാ എന്ന് ചോദിച്ചു. അവന് വേണ്ട, ഇടില്ല, അവന് ഇറിറ്റേഷനാണ് പറഞ്ഞു. ആ സ്പോട്ടിൽ കൊണ്ടുപോയി ഞാൻ പെരുന്നലത്തേക്ക് തൊടുപുഴയിൽ ഇന്ന് കൊണ്ടു കൊടുത്ത കടയിൽ. അങ്ങനെയാണ്. വട്ടക്കുളം അത് വട്ടക്കുളാണോ? ആ കടയിൽ നിന്ന് വാങ്ങി. എനിക്ക് പേര് ഞാൻ ഓർക്കണില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ശരിയാ, വട്ടക്കുളം. ആ കടയിൽ നിന്നാണ് കൊലസ് വാങ്ങിക്കുന്നത് ഞാൻ. അങ്ങനെ ഞാൻ ആ കൊലസ് വാങ്ങിച്ചു. ആ കൊലസ് വാങ്ങിച്ച് അത് മാറിയെടുത്ത് കൊലസാക്കി. ആ കൊലസ് കുറേ നാൾ ഞാൻ ഇട്ടുകൊണ്ട് കിടന്നു. അപ്പം എൻ്റെ സ്വർണ്ണക്കൊലസ് എവിടെ പോയെന്ന് ചിന്തിക്കുക. സ്വർണ്ണക്കൊലസും കല്യാണത്തിന് 2 കമ്മലെടുത്ത് തന്നത് എൻ്റെ വള്ളിയിൽ കിടന്ന് കളിക്കുന്ന. കല്യാണത്തിന് 2 കമ്മലെടുത്ത് തന്നു. 1 കമ്മൽ ഓൾറെഡി എൻ്റെ കാതിലുണ്ടായിരുന്നു. അങ്ങനെ 3 ജോഡി കമ്മലുള്ളത് കൊണ്ട് 3/4 പവൻ്റെ ഒരു കമ്മലും, കല്യാണത്തിനെടുത്ത് തന്ന ഏറ്റവും വലിയ കമ്മൽ 3/4 പവൻ്റെ ഒരു കമ്മലായിരുന്നു, പരന്ന കമ്മൽ. അതും എൻ്റെ കൊലസും പിന്നെ ഒരു വളയങ്ങടെ കൂടി മാറിയിട്ടാണെന്ന് ബൈക്ക് വാങ്ങിയ ജോജോ ചേട്ടൻ. അതുകൊണ്ട് പിന്നെ കാല കൊലസുന്നില്ല. അപ്പോൾ എപ്പോഴും ബൈക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ കാലയിൽ കൊലസ് കടന്നാലിപ്പോൾ ആര് കാണാനാ. ഞാൻ ചുരിദാറും ഇടാറില്ല, അന്ന് സ്ഥിരം സാരിയായിരുന്നു. അതുകൊണ്ട് പിന്നെ അതങ്ങ് കൊടുത്തു. കുറേ വള ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ ഒരു വള എടുത്തു. പിന്നെ ഈ കമ്മൽ 3 ജോഡി കമ്മലുണ്ട്. ഈ കമ്മലിൻ്റെ തണ്ടിന് ഇച്ചിരി നീളം കൂടുതലായിരുന്നു, ഈ 3/4 പവൻ്റെ കമ്മൽ. അപ്പോൾ ഈ പുറകിൽ ബട്ടൺസ് ഇടാതെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കമന്ന് താഴേക്ക് കിടക്കും, വെയിറ്റും കൂടുതലായിരുന്നു. അങ്ങനെ ആ കമ്മൽ എന്നാൽ കൊണ്ട് കൊടുക്കാൻ തീരുമാനിച്ച് തൊടുപുഴ മലബാർ ഗോൾഡിൽ കൊണ്ട് കൊടുത്തു. കൊണ്ട് കൊടുത്തതിന് അന്ന് ഇങ്ങോട്ട് കിട്ടിയത് 73,000 രൂപ എന്താ കിട്ടിയുള്ളൂ. 3/4 പവൻ്റെ കമ്മൽ, കൊലസ് 1.25 പവനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. 1.25 പവൻ്റെ ഒരു കൊലസും 1.5 പവൻ്റെ ഒരു വളയും കൂടെ. ഇന്ന് എത്ര രൂപ കിട്ടിയാന്നല്ലേ. അങ്ങനെയാണ്. പിന്നെ അതുകൊണ്ട് കളയാനൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ആ കൊലസ് വാങ്ങി. അങ്ങനെ ആ കൊലസ് വാങ്ങിയിട്ടുണ്ട് കിടന്ന്. അപ്പം എനിക്ക് വലിയ വീതിയിൽ കാലേ കിടക്കണമെന്നായിരുന്നു ആഗ്രഹം, വെള്ളി. അതുപോലെ മണിയൊക്കെ ഇട്ട് ഇങ്ങനെ കിളുങ്ങുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നേ. ആൻസേ ഫാൻ നിർത്തിക്കടാ. മണിയൊക്കെ ഇട്ട് കിളുങ്ങണ ഇഷ്ടമായിരുന്നു. അപ്പം വീതി കിടക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ 3 ലെയറിൻ്റെ മാല പോലത്തെ കൊലസ് വാങ്ങിച്ചു. അങ്ങനെ ആ കൊലസ് ഇട്ടുകൊണ്ട് നടന്നാൽ ലൂസായപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. അതിലൊരു മണി ചാടിപ്പോയി, ഒരു കൊലസിലെ മണി കാണാതെ ചാടിപ്പോയി. അങ്ങനെ ഞാൻ ഇന്ന് ആ കൊലസ് കൊണ്ടുപോയി വീണ്ടും ആ കടയിൽ തന്നെ കൊണ്ട് കൊടുത്തു. അവർ പോളിഷ് ചെയ്ത് പുതിയ കിലുക്കമൊക്കെ ഇട്ട് തരാമെന്നും പറഞ്ഞ് നാളെ കഴിഞ്ഞ് എനിക്ക് കിലുക്കം കിട്ടും. അങ്ങനെ ആ കൊലസ്. അതിന് ശേഷം പിന്നെ ഞാൻ വേറെ സ്വർണ്ണ കൊലസ് വാങ്ങിച്ചു. സ്വർണത്തിന് നല്ല വില കയറിയിരിക്കുമ്പോൾ പുതിയെടുത്ത്. അന്ന് സ്വർണത്തിന് ഏറ്റവും റേറ്റ് കൂടിയിരിക്കുന്നത് 40,000 45,000 അങ്ങനെ എന്തോ റേറ്റിലായിരുന്നു അന്ന് സ്വർണത്തിന് വില കയറുന്ന സമയത്ത്. അന്ന് ഞാൻ പോയിട്ട് 2 പവൻ്റെ ഒരു കൊലസ് വേറെ വാങ്ങിച്ചു. അത് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു പോകും. പ്രാരാബ്ദങ്ങളൊക്കെ ഒരു സൈഡിൽ കിടക്കും എന്ന് വെച്ച് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കണ്ടേ അല്ലേ? ഇല്ലേ? ചേട്ടൻ്റെ ആഗ്രഹം എന്നാന്ന് എനിക്കറിയാം. എൻ്റെ ആഗ്രഹം ചേട്ടൻ അറിഞ്ഞോളാം. ചേട്ടൻ്റെ ആഗ്രഹം എനിക്കറിയാം. ചേട്ടൻ്റെ ആഗ്രഹം എനിക്കറിയാം. അത് സാധിച്ചു കഴിയുമ്പോ പറയാം. ഇത് വീഡിയോ കട്ടാക്കിയിട്ട് ഞാൻ ചേട്ടനോട് പറയാം കേട്ടോ. ഞാൻ ചേട്ടൻ്റെ ആഗ്രഹം പറഞ്ഞ് അന്ന് ചേട്ടൻ പറഞ്ഞു എന്തേ ഇൻഷാ അല്ലാഹ് ചേട്ടന് ആഗ്രഹം സാധിക്കും. ചേട്ടൻ ആഗ്രഹിച്ചതൊക്കെ ചേട്ടൻ നേടിയിട്ടുണ്ടല്ലോ.
ആരാണ്ടൊക്കെ വരും, എല്ലാം ശരിയാവും. ശരിയാക്കി പുറകിലിരുന്നവനെ എന്തിനാ എന്റെ വള്ളിയെ കിടന്ന് കളിച്ച് ഞാൻ ആ വള്ളിയെ കളിച്ച് മുമ്പോട്ട് ഇട്ടു. ഞാൻ പുറകിൽ കെട്ടി വെച്ചേക്കുമായിരുന്നു. അത് നേരെ പോയിട്ട് എൻ്റെ ഹാൻഡ് ബാഗിൽ കയറിയിരിക്കുന്നു. ഇപ്പൊ അവിടെയാണ് ഉറങ്ങണ എപ്പോഴപ്പോ. ആ ശരിയായി ഇങ്ങനെ കിടന്ന് കളിക്കുമ്പോ ഇറിറ്റേഷൻ ഇടയ്ക്ക് നഖം കൊള്ളുന്നു. പൊക്കി നോക്കണം. ഡാ കുട്ടാപ്പി അല്ല കുട്ടാപ്പൂ കുട്ടാപ്പൂ ഇല്ല, അതായത് സുഹൃത്തി കിടക്കും അവിടെ. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടെന്നൊക്കെ അറിയാം. നിങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാം സാധിക്കട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ നിങ്ങളും പ്രാർത്ഥിക്കാം. ഇല്ല, ഞങ്ങൾ തൊടുപുഴയ്ക്ക് ചുമ്മാ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെയൊക്കെ വെച്ച് കുറേ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞു. മേക്കടമ്പിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, തൊടുപുഴയിൽ നിന്ന് വന്നിട്ടുണ്ട്, തൊടുപുഴ ടൗണിൽ നിന്നുണ്ടായിരുന്നു, വേറെ ഏതോ സ്ഥലത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേരെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞു. ഒരു ദിവസം പാർക്കിൽ വെച്ച് കണ്ടതാണെന്നും മിണ്ടിയതാണെന്നും പറഞ്ഞ് വന്ന് മിണ്ടി. പക്ഷെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒരു തവണയൊന്നും കണ്ടു. ഞാനൊരു 10 തവണ കണ്ടാലും ഒരു മനുഷ്യനെ ഓർത്തിരിക്കുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം. അത് ചേട്ടനറിയാം. ഒരു തവണയൊന്നും കണ്ടാൽ ഞാൻ ഓർക്കത്തേ ഇല്ല. ചിലരെയൊക്കെ നമ്മളെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുമെന്നല്ലാണ്ട് പിന്നെ ഇന്ന സ്ഥലം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഓർക്കൂട്ടോ. അത്രയൊക്കെ ഉള്ളൂ. അപ്പം ആൻസ് കിടന്നു ഇടയ്ക്കൊന്ന് ഫാൻ ഇട്ടപ്പോൾ ഭയങ്കര സൗണ്ട് ആയിട്ട് ഞാൻ കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ചെറുപ്പക്കാലം. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് അപ്പേനെ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നടക്കുമൊന്നുമില്ല. ഞാൻ അപ്പയുടെ ഒരു വീഡിയോ ഇങ്ങനെ പണ്ടെടുത്തൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നത്. വിഷമം വരുമോ വീണ്ടും അതിൻ്റെ കരച്ചിൽ വന്നു. ഞാൻ അവനൊന്നും കാണാൻ പറ്റൂലല്ലോ. പിന്നെ ഞാൻ ചിന്തിക്കാറുണ്ട് എനിക്ക് ആരുമില്ലല്ലോ എന്ന്. ഞാൻ എപ്പോഴും ചിന്തിക്കും ആരുമില്ലല്ലോ എന്ന്. അല്ലേ? ഞാൻ എപ്പോഴും ചേട്ടനോട് പറയാറുണ്ട്. ഇല്ലേ? ഞാൻ വിഷമം വരുവാന്ന് കണ്ണൊക്കെ നിറയും. അങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. ഒരു വീട്ടിലെ എല്ലാവരും ഇങ്ങനെ മരിച്ചുപോയി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമം വരും. ഇല്ലേ? എപ്പോഴും ചിന്തിക്കും. പിന്നെയാണെങ്കിൽ ചിന്തിക്കും നമ്മളൊക്കെ ഒരു ദിവസം മരിച്ചു പോവില്ലെന്ന്. നമ്മൾ മരിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും കണ്ടുമുട്ടുമോ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. എന്തൊക്കെയോ വട്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ അവിടെ ഇരുന്നാൽ കൂടുതൽ സീനാകും. പിന്നെ ഞാൻ കരയും. അപ്പം തന്നെ കരഞ്ഞു. ചേട്ടനൊന്നും ആശ്വസിപ്പിച്ചില്ലല്ലോ കരഞ്ഞപ്പം. ഒന്ന് പോയാന്ന് ഞാൻ പോവാ കിടക്കാൻ. അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോയൊക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദു സ്ട്രീംസ്. ബൈ.